ഹായ് ഹലോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഒരു കടി ഉണ്ടാക്കിയാലോ. ചെറിയൊരു സ്നാക്സാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇവിടെ എടുക്കുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ തിന്നായിട്ട് അരിയണം. പിന്നെ പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇടാം. ഞാനിവിടെ ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടത്. പിന്നെ കറി ലീവ്സ്, പിന്നെ ഒരു കപ്പ് മൈദയ്ക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി എന്ന കണക്കിന് വേണം പൊടികൾ ആഡ് ചെയ്യാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് എത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം രൂപത്തിന് കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ റെഡിയാക്കി. ഇത് ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഈ ഷേപ്പിൽ റെഡിയാക്കി എടുത്തത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത്, ഈ ഷേപ്പ് ചെയ്ത് വെച്ചത് എണ്ണയിലേക്ക് ഇട്ട് ഓരോ വശവും മാറി മാറി വറുത്തെടുക്കാം. ഇത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കരുത്, കാരണം ഇത് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വശം ആയതിന് ശേഷം മാത്രം ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും വേവിച്ച് ഒരു ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ആ ഒരു വേവാകുമ്പോൾ എല്ലാം എടുത്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് അതേ പാനിലേക്ക് ഒരു കഷ്ണം സവാള, പുളി എന്നിവ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് മൂത്തതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇതിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് ഇതാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കാവുന്ന സിമ്പിളായിട്ടൊരു സ്നാക്സാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.